പാലക്കാട് പരാതി പറയാനെത്തിയ 17-കാരനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണം. എലപ്പുള്ളി സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഹേമാംബിക നഗർ പോലീസിന്റെ മർദ്ദനമേറ്റത്. സുഹൃത്തിന്റെ ഡെലിവറി വാഹനത്തിലുണ്ടായിരുന്ന പാഴ്സൽ മോഷണം പോയതിൽ പരാതി പറയുന്നതിനിടെയായിരുന്നു മർദ്ദനമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം താണാവിൽ ഡെലിവറി ബോയായ സുഹൃത്തിനൊപ്പം എലപ്പുള്ളി സ്വദേശിയായ 17-കാരൻ ഭക്ഷണം കഴിക്കാനെത്തിയത്. ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുന്നതിനിടയിൽ ഡെലിവറി വാഹനത്തിലുണ്ടായിരുന്ന പാഴ്സൽ ആരോ മോഷ്ടിച്ചു. നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം സമീപത്തുണ്ടായിരുന്ന പോലീസുകാരോട് പരാതി പറയാൻ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥിയെ പോലീസ് അകാരണമായി മർദ്ദിച്ചത്. ഞങ്ങൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് താണാവിൻ്റെ സൈഡായിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഒരു AC-യുടെ ഒരു ഇൻഡോർ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റൗണ്ടിങ്ങിന് വന്ന പോലീസുകാരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി പോയതാണ്. അവർ പറയുന്നത് നിങ്ങൾ എന്നെ എടുത്തിട്ട് വിറ്റിട്ടുണ്ട്, നിങ്ങൾ എന്നിട്ടാണ് ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ അടുത്ത് കംപ്ലയിൻറ്റ് തരാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവറിനെ ആദ്യം തല്ലിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ട് സാറേ ഇങ്ങനെ തല്ലേണ്ട സാറേ, ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഞങ്ങൾ പോയതുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്നെയും കുറേ അടിച്ചു. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ എടുത്ത സമയത്ത് എൻ്റെ ഫോണൊക്കെ വാങ്ങി വെച്ച് എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. സ്റ്റേഷനിലേക്കൊന്നും കൊണ്ടുപോയില്ല, ഇടയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഇടവഴിയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് അഴിച്ചിട്ട് തിരിച്ച് അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നീ ഇനി ഇത് പുറത്തെവിടെയും പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ പുറം ലോകം കാണില്ല, ഇനി വീട്ടുകാരിനെയൊക്കെ ഞാൻ ഇല്ലാണ്ടാക്കും, അങ്ങനെ പറഞ്ഞിട്ട് ആൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ ഇടതുകൈക്കും ഇടുപ്പിനും കഴുത്തിനും സാരമായി പരിക്കേറ്റു. ആശുപത്രിയിലെത്തി ചികിത്സ തേടിയതിന് പിന്നാലെ വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യം നടപടിയുണ്ടായില്ല. പിന്നീട് പോലീസ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ പരാതി സ്വീകരിച്ച് കേസെടുത്തു. മകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ആവശ്യം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വേറെ ആരെയും ചെയ്യാൻ പാടില്ല. അങ്ങനെ എല്ലാവരുടെയും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് അവർക്ക് അറിയണം, ഇവർ തല്ലിയവരാരാണെന്നുള്ളത് ആ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞിരിക്കും, അറിയാതിരിക്കും. അവരറിയണത് ഞങ്ങൾക്കൊരു നല്ലത്. എൻ്റെ മകനന്മാർ വേറെ ഒരു മക്കൾക്ക് വരാതിരിക്കട്ടെ എന്ന് നിർത്തി. നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥി ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് സംഭവിച്ചത് പോലീസിനെ വിശ്വസിച്ച് പരാതി പറയാനെത്തുന്ന ഒരാൾക്കും ഇനി സംഭവിക്കരുതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ നിയമപോരാട്ടം നടത്തുമെന്നും വിദ്യാർത്ഥി പ്രതികരിച്ചു. അതേസമയം വിദ്യാർത്ഥിയുടെ പരാതിയിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചതായി ടൗൺ നോർത്ത് പോലീസ് അറിയിച്ചു. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.